ദർബൻപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ എല്ലാരും മണൽ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ സന്തോഷന്മാരായിരുന്നു. ആ ഗ്രാമത്തിലാണ് മകേഷ് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നത്. മകേഷ് തന്റെ ഭാര്യയോടൊപ്പം മാവിൻ തോട്ടത്ത് മാങ്ങകൾ പറിക്കുകയായിരുന്നു. ഇവിടെ നോക്കു ശിവാനി, ഈ വർഷം കുറെ മാമ്പഴം നമുക്ക് വളർന്നിട്ടുണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ തവണ ഈ തോട്ടത്ത് ഒരുപാട് മാങ്ങകൾ കാച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ തോട്ടത്ത് ഒരുപാട് കൃഷിയും വളർന്നിട്ടുണ്ട്. ആ, ഈ വർഷം നമ്മളടുത്ത് കുറെ പണം വരാൻ പോവുകയാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും കഷ്ടങ്ങൾ വന്നാൽ നിങ്ങൾ വീട് കെട്ടുന്ന ജോലി ചെയ്യുന്നുണ്ട്, അത് വെച്ച് നമ്മൾ നോക്കിക്കൊള്ളാം. ആ, പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനിത് പോയിട്ട് മാർക്കറ്റിൽ വിറ്റിട്ട് വന്നേക്കാം. ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ തിരിച്ചു വന്നേക്കും. ശരി, അതിനകത്ത് ഞാനും വീട്ടിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർക്കാം. മകേഷ് ആ മാമ്പഴങ്ങൾ എടുത്തുകൊണ്ട് മാർക്കറ്റിലേക്ക് ചെന്നു. മകേഷ് തന്റെ കടയിൽ വന്നിരുന്നതും തന്നെ അവിടെ തലവനും കുറച്ച് ആൾക്കാരും അദ്ദേഹത്തോട് പഴങ്ങൾ വാങ്ങിക്കാനായി വന്നു. ആ, എന്താണ് മകേഷ്, ഈ വർഷം നിന്റെ തോട്ടത്തില് കുറെ മാമ്പഴം വളർന്നിട്ടുണ്ടല്ലോ, അടിപൊളിയാണല്ലോ. ആ മുതലാളി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും ശിവാനിയും ഇതിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പഴങ്ങളെ പറ്റി കുറെ സംസാരിച്ചു മഹേഷ്. ഞാൻ എൻ്റെ അടുത്ത് ഒരു മുഖ്യമായ കാര്യം പറയാവുന്നതാണ്. എന്താണ് കാര്യം മുതലാളി? കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിലുള്ള മണ്ണ് വീടുകൾ എല്ലാം പഴയതാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ ഇപ്പൊ തൊട്ട് നമ്മളൊരു നല്ല വീടുകൾ കെട്ടാൻ തുടങ്ങണം. എന്നാലല്ലേ അത് കുറേ വർഷങ്ങളായിട്ട് നിൽക്കുള്ളൂ. ആ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനും എൻ്റെ കട ഒരു നല്ല ഇതായിട്ട് മാറ്റണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ അടുത്തും അത്രയും പണം എവിടുന്ന കിട്ടുക? ആ, ഞാനും ഇതേ കാര്യമാണ് നമ്മുടെ കോൺട്രാക്ടിനെ അടുത്ത് സംസാരിക്കണം വിചാരിച്ചത്. ഇന്ന് കട മൂടിയതിനു ശേഷം നീയും എൻ്റെ അടുത്ത് കോൺട്രാക്ട് എടുത്ത് വന്നേക്ക്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്തേക്കാം മുതലാളി. തലവൻ താൻ പറയാൻ വന്നത് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ തലവൻ മകേഷിനോടൊപ്പം കോൺട്രാക്ടറിന്റെ വീട്ടിലേക്ക് വന്നു. എന്താണ് കാര്യം മുതലാളി? മകേഷ്, എന്താണ് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അതൊരു മുഖ്യമായ കാര്യമാണ് കോൺട്രാക്ടറെ, അതാ നിങ്ങളോട് ചോദിക്കാന്ന് വന്നു. പിന്നെ മകേഷിനെ ഇതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ശരി, പറയൂ, എന്താണ് കാര്യം? ശരി കോൺട്രാക്ടറെ, അത് ഞാൻ തന്നെ പറയാം. ഞങ്ങൾ എന്താ ആലോചിക്കുന്നത് വെച്ചാൽ ജനങ്ങളുടെ മണ്ണ് വീടൊക്കെ പഴയതാവാൻ തുടങ്ങി. അതായത് ആലോചിച്ചു ഞങ്ങളുടെ വീടൊക്കെ മാറ്റിയിട്ട് ഒരു നല്ല വീടായിട്ട് മാറ്റണമെന്ന്. ഇതാണോ കാര്യം? ശരി ശരി. പക്ഷെ ഗ്രാമത്തിൽ ഒരു വീട് മാത്രമാണല്ലോ, നിറയെ വീടുണ്ടല്ലോ. ഇത്രയും പണം നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവരാൻ പോകുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ നിങ്ങളെടുത്ത് വന്നിരിക്കുന്നത്. അതെ അതെ, ഇപ്പോൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലെ ജനങ്ങൾ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ട് പണം തന്നേക്കും. നിങ്ങളെന്താ തമാശ ചെയ്യണോ? എന്നെ കൊണ്ട് ഇങ്ങനൊന്നും സഹായിക്കാൻ പറ്റില്ല. പണം എടുത്തിട്ട് വന്നാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ പുറത്തുള്ളവരും വിളിച്ചിട്ട് വരണം. പിന്നെ വീട് കെട്ടാനുള്ള സാധനത്തിനും ഞാൻ കാശും കൊടുക്കണം. കോൺട്രാക്ടറെ, ജനങ്ങൾ ഞങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് കിട്ടുമല്ലോ. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് കാശ് റെഡിയാക്കാം. നിങ്ങളൊന്ന് വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഞങ്ങളൊന്ന് സഹായിക്കാൻ പറ്റുമോ? ഷേ, മതി, നിർത്ത്. ഞാൻ നിങ്ങളുടെ അടുത്ത് സ്നേഹമായിട്ട് സംസാരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം സംസാരിക്കുന്നത്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശ് എടുത്തിട്ട് വന്നാൽ നിങ്ങളെ ജോലി ഞാൻ ചെയ്തേക്കാം. ഇപ്പൊ പോയേക്ക്. വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ കോൺട്രാക്ടറെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ജനങ്ങൾ വരാൻ പോകുന്ന മഴ വെച്ചിട്ട് വല്ലാതെ കഷ്ടപ്പെടും. നമുക്ക് അവരെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ? ആ, പറഞ്ഞത് വളരെ ശരിയാണ്. ജനങ്ങൾ കഷ്ടപ്പെടും. നിനക്ക് അവരുടെ മേലെ അത്രയും കാരണമുണ്ടെങ്കിൽ എല്ലാവരുടെടുത്തും പറഞ്ഞ് അവരെടുത്ത് ഓരോരായിട്ട് ഓരോരോ പങ്ക് സ്ഥലം എൻ്റെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ. എന്താ പറയുന്നത്? മഹേഷ്, വാ, ഇവിടുന്ന് പോയേക്കാം. ഇയാൾ ഇങ്ങനെയാണ് വർത്താനം പറയാമെന്ന് എനിക്ക് മുമ്പ് തന്നെ അറിയാം. എന്നാലും വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ നിനക്കും എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. പക്ഷേ മുതലാളി, തലവൻ മകേഷിനോട് ആംഗ്യത്തിൽ എന്തോ പറഞ്ഞു. പിന്നെ മകേഷ് താൻ പറയാൻ വന്നത് പറയാതെ മിണ്ടാതെ നിന്നു. ആ കോൺട്രാക്ടർ പറഞ്ഞത് കേട്ടിട്ട് മകേഷ് വളരെ വേദനയോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ശിവാനി അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്ന സങ്കടം കണ്ടിട്ട് അദ്ദേഹത്തോട് എന്തു ചോദിച്ചെന്നാൽ, ചേട്ടാ, എന്തു പറ്റി? എന്താ കാര്യമെന്ന് പറയൂ. ഒന്നുമില്ല ശിവാനി, ഇന്ന് ആ കോൺട്രാക്ടർ പറയുന്ന വർത്തമാനം വല്ലാതെ സഹിക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം അങ്ങനെ എന്താ പറഞ്ഞത്? ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി കോൺട്രാക്ടർ അടുത്ത് ചോദിച്ചാൽ അയാൾ എന്തൊക്കെയോ സംസാരിച്ച് ഞങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. ജനങ്ങളുടെ വീടും പഴയതായിട്ടുണ്ട്. ഇപ്പൊ എന്താവും പോകുന്ന അറിയില്ല. നിങ്ങളുടെ മനസ്സ് വളരെ നല്ല മനസ്സാണ്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത്രത്തോളം ചിന്തിക്കുന്നു. ആ ദൈവം ഈ അവസ്ഥ കടന്നു പോകാൻ നിങ്ങൾക്ക് ഒരുപാട് ശക്തി നൽകണം ചേട്ടാ.
എന്നെ കൊണ്ട് എന്തെങ്കിലും ഗ്രാമത്തിൽ ചെയ്യാൻ പറ്റിയാൽ. ഇപ്പോൾ ചെന്ന് കിടന്നുറങ്ങൂ. നാളെ ഇതിനെന്താണ് വഴിയെന്ന് നിങ്ങൾ ചിന്തിക്കൂ. ശരി ശിവാനി, ഇതിനു മേലെ ഞാൻ എന്ത് ചെയ്യാനാ? മകേഷ് ചെന്ന് ഉറങ്ങി. പിന്നെ അദ്ദേഹത്തിനൊരു സ്വപ്നം വന്നു. സ്വപ്നത്തിൽ മകേഷ് ഒരു മരത്തിനടുത്തു നിന്നും ഒരു മാങ്ങ എടുത്തു. എന്നിട്ട് അദ്ദേഹം ആ മാങ്ങ തുറന്നു നോക്കി. അതിലൊരു തിളക്കമുള്ള വിത്തുണ്ടായിരുന്നു. ആ തിളക്കമുള്ള വിത്ത് അദ്ദേഹം മണ്ണിൽ പൂഴ്ത്തിയിട്ടു. പിന്നെ ആ സ്ഥലത്ത് ഒരു മരം വളർന്നു. അതിലൊരുപാട് കണ്ണാടികൾ വളർന്നു. എന്തോ ആ മരത്ത് കണ്ണാടി പഴങ്ങളെ പോലെ കാച്ചിരുന്നു. നേരം വെളുത്തു. പിന്നെ മകേഷ് എണീറ്റതും ശിവാനിയെ എണീപ്പിക്കാൻ തുടങ്ങി. ശിവാനി, എണീക്കൂ, എണീക്കൂ. എന്താ കാര്യം? ഈ അതിരാവിലെ അങ്ങനെ എന്താ അത്യാവശ്യം വന്നത്? ഒരു അവസരവും ഇല്ല. പക്ഷെ എനിക്കൊരു സ്വപ്നം വന്നിരുന്നു. ആ സ്വപ്നത്തിൽ ഞാൻ എന്താ കണ്ടെന്ന് വെച്ചാൽ, നമ്മുടെ മാമ്പഴം തോട്ടത്തിനടുത്ത് ഒരു കണ്ണാടി വിതയുണ്ടെന്ന്. ആ വിത കൊണ്ട് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ അതിലിരുന്ന് കണ്ണാടി വളരുന്നുണ്ട്. പക്ഷേ ഇത് വെറും ഒരു സ്വപ്നമല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇത് എനിക്കൊരു അവസരം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇന്നലെയാണ് അതിന്റെ വഴി ആലോചിച്ചത്. ഒരു പക്ഷേ ഇതാണോ ആ വഴി? എനിക്ക് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വപ്നം നേരാണെന്ന് കരുതുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലതല്ല. നീ എന്ത് വേണേ പറഞ്ഞോ, പക്ഷേ എന്റെ സന്തോഷത്തിന് വേണ്ടി നീ എന്റെ കൂടെ വന്നേക്ക്. നമുക്ക് പോയി നോക്കിയിട്ട് വന്നേക്കാം. ശരി ചേട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ വരാം. വരൂ, നമുക്ക് പോവാം. മകേഷും ശിവാനിയും അവരോടൊപ്പം തോട്ടത്തിലേക്ക് പോയി. അവിടെ ചെന്നതും തന്നെ അവർ മരത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ണാടി മാമ്പഴം കണ്ടു. കണ്ടില്ലേ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, ആ സ്വപ്നം എന്തായാലും പൂർത്തിയാവും. ആ ശരിയാണ് ചേട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യ്, വേഗം ആ മാമ്പഴം ചെന്ന് പറിക്ക്. മകേഷ് ഉടനെ ഒരു കല്ലെടുത്ത് വീശി. ആ കണ്ണാടി മാമ്പഴം താഴേക്ക് വീണു. ആ മാമ്പഴം അധികം തുറക്കാനായി ശ്രമിച്ചു. ആ മാമ്പഴവും രണ്ടായി പിളർന്നു. അതിനകത്തു നിന്നും ഒരു തിളക്കമുള്ള വിത്ത് പുറത്തേക്ക് വന്നു. ഇവിടെ നോക്കു ശിവാനി, നമുക്ക് ഇതങ്ങ് പോച്ചേക്കാം. അതിൽ നിന്ന് കണ്ണാടി വന്നാൽ നമ്മളെ ജനങ്ങൾക്ക് അതിൽ നിന്ന് വീട് കെട്ടിക്കൊടുക്കാം. അതോടെ എല്ലാ പ്രശ്നവും തീർന്നു പോവും. ശരിയാ ചേട്ടാ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇത് നമ്മൾ നാളെ വന്ന് നോക്കാം. പിന്നെ ഒപ്പം നമ്മൾ തലവൻ സാറിനെയും കൊണ്ടുവരാം. രണ്ടുപേരും ആ വിത്ത് വിതച്ചിട്ടു. എന്നിട്ട് അതിൽ വെള്ളമൊഴിച്ചിട്ട് അവരവിടെ നിന്നും പോയി. ഉടനെ ആ ചെടി വളരാൻ തുടങ്ങി. പക്ഷെ അവരത് ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോയി. പിന്നെ അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെയായി. മകേഷിനോടൊപ്പം തലവനും ആ തോട്ടത്തിലേക്ക് വന്നു നിന്നു. പിന്നെ ആ കണ്ണാടി മരം കണ്ടിട്ട് അവർ ഞെട്ടിപ്പോയി നിന്നു. ഷടാ, നീ ഇന്നലെ അല്ലേ അത് വിതച്ചെന്ന് എന്റെ അടുത്ത് പറഞ്ഞത്? പക്ഷെ ഇവിടെ ഒരു മരം തന്നെ വളർന്നു നിൽക്കുന്നുണ്ടല്ലോ. അതേ മുതലാളി, ഇപ്പോ ഗ്രാമത്തിലുള്ള ജനങ്ങൾ കൊണ്ട് സഹായം വെച്ചാൽ നമുക്ക് ഇവിടെ കുറെ വീടുകൾ കെട്ടിക്കൊടുക്കാം. ആ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോ ആ കോൺട്രാക്ടർ അടുത്ത് പോയിട്ട് നമ്മളൊന്നും കെഞ്ചാൻ ഒരു ആവശ്യമില്ല. ശരി, എന്താ പറയുന്നത് മുതലാളി? നമുക്ക് ആ കാര്യം ഇന്ന് തന്നെ തുടങ്ങിയാലോ? ആ, നല്ല കാര്യത്തിന് എന്തിനാ നമുക്ക് നേരം കളയേണ്ടത്? മകേഷ് വീട് കെട്ടാൻ തുടങ്ങി. ഇപ്പോൾ ആഴ്ച 1 കടന്നുപോയി. അത് ഉപയോഗിച്ച് മകേഷ് തനിക്കും തലവൻ സാറിനും ഒരു കണ്ണാടി വീട് കെട്ടി. മകേഷും തലവനും മകേഷിന്റെ പുതിയ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് കോൺട്രാക്ടർ വന്നത്. പിന്നെ എന്താണ് മകേഷ്, എങ്ങനെ പോകുന്നുണ്ട്? ഞങ്ങൾക്കെല്ലാം നന്നായിട്ടാ പോകുന്നുണ്ട്. നിങ്ങൾ പറയൂ കോൺട്രാക്ടറെ. ഞാനും നന്നായിട്ടാ ഉള്ളത്. ഞാൻ എന്താ കാണുന്ന വെച്ചാൽ, ഗ്രാമത്തിലൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അത് സത്യമാണെന്ന് കാണാൻ വന്നതാണ്. ഇപ്പോ നിങ്ങൾക്ക് അത് അറിഞ്ഞിട്ടുണ്ടോ? ആ അതെ മോനെ, നിന്റെ വീട് വളരെ ഭംഗിയായിട്ട് കെട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ മകേഷ്, ആ പറയൂ. ഞാനൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ അടുത്ത് ആ മരം ഉണ്ടല്ലേ, ആ കണ്ണാടി മരം, അത് നീ എനിക്ക് വിറ്റേക്ക്. ഞാൻ നിനക്ക് കുറെ പണം തന്നേക്കാം. അത്രയും പണം നീ ഗ്രാമത്തിൽ വീട് കെട്ടി തീർത്താലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണോ? എന്നോട് ക്ഷമിക്കണം കോൺട്രാക്ടറെ. ഞാൻ ഇത് വെച്ചിട്ടാണ് എൻ്റെ ഗ്രാമജനങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. എന്നെ കൊണ്ട് ഇത് വിൽക്കാനൊന്നും പറ്റില്ല. എന്ത്? നീ എന്താ ഇത്രയും മണ്ടത്തരായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? കോൺട്രാക്ടറെ, എന്നെ ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ വരം നിങ്ങളെ കൊണ്ട് എനിക്ക് ശാപമായിട്ട് മാറ്റാൻ ആഗ്രഹമില്ല. പിന്നെ അവരെ കൊണ്ട് ഞാനിത് കെട്ടുന്നതുകൊണ്ട് എനിക്ക് കുറേ കാശ് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്ത് കെഞ്ചാൻ പോയത്? ഒന്ന് നല്ലോണം ആലോചിച്ചിട്ട് നോക്കൂ മകേഷ്. ശരി, നിനക്ക് ആ കണ്ണാടി മരം എനിക്ക് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പൊ എൻ്റെ കൂടെ ചേർന്ന് നീ ജോലി ചെയ്യൂ. അതുകൊണ്ട് നമുക്ക് കുറേ പണം കിട്ടാൻ പോകുന്നുണ്ടല്ലേ. നിനക്കെന്താ തോന്നുന്നത്? ഗ്രാമജനങ്ങൾക്ക് എല്ലാം ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ
അവരെല്ലാരും നിന്റെ അടുത്ത് വന്നിട്ട് ജോലി ചെയ്യാൻ പോകുന്നു വിചാരിക്കുന്നുണ്ടോ? നീ മുതലാളിക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്താ മുതലാളി ഒന്നും മിണ്ടാതിരിക്കുന്ന? ഞാൻ എന്തിനാ ഒന്നും മിണ്ടാതിരിക്കാന്ന് വെച്ചാൽ നീ ഇതേപോലെയാണ് സംസാരിക്കാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്ക് ശീലിച്ചു പോയി. നിനക്കല്ലേ ജനങ്ങളെ കഷ്ടപ്പെടുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ? നിനക്ക് ഈ ഗ്രാമം മുന്നേറുന്നത് ഇഷ്ടമല്ല. ഇവൻ ഈ ഗ്രാമം സഹായിക്കുന്നത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടാവുന്നില്ല. അതേ മുതലാളി, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ലല്ലോ കോൺട്രാക്ടറെ. പിന്നെ എപ്പോ ഞങ്ങൾക്ക് ഇന്നൊരു വഴി കിട്ടിയിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നതിന് പകരം അത് നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ? ഷേ, നിങ്ങൾക്ക് ആർക്കും എപ്പോഴും ഈ കാര്യം മനസ്സിലാവാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തേക്ക്. ഇങ്ങനെ പറഞ്ഞിട്ട് ആ കോൺട്രാക്ടർ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. പിന്നെ തലവൻ വീണ്ടും മകേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, മകേഷ്, ശ്രദ്ധയോടെ നിൽക്ക്. ഈ കോൺട്രാക്ടർ അവന്റെ അസൂയ കൊണ്ട് അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാൻ മുതലാളി. ഇപ്പൊ നമുക്ക് ആ കണ്ണാടി വീടുകൾ കെട്ടാൻ തുടങ്ങിയാലോ? എന്നാലേ നമുക്ക് ഈ ജോലിയൊക്കെ ഒന്ന് വേഗം തീരുള്ളൂ. ഇങ്ങനെ 1 മാസം കടന്നുപോയി. അവിടെ ഒരുപാട് കണ്ണാടി വീടുകൾ കെട്ടപ്പെട്ടു. പിന്നെ ആ കണ്ണാടി മരം ഉപകാരപ്രദമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ അതിനെ ദൈവമായി കരുതി അതിന് പൂജ ചെയ്യാൻ തുടങ്ങി. തേങ്ങ ഉടച്ചു പൂജ ചെയ്തു. ഈ മരം നീൾനാൾ വാഴട്ടെ. ഗ്രാമത്തിൽ മഴക്കാലത്തിനു മുൻപേ എല്ലാവരുടെ വീടുകളും നല്ല രീതിയിൽ കെട്ടിക്കഴിഞ്ഞു. ഇതിനേക്കാൾ നല്ല കാര്യം വേറെ എന്താണ് നടക്കേണ്ടത്? അതെ, ഈ മരങ്ങൾ നമ്മളെ കുറെ സഹായിച്ചിട്ടുണ്ട്. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ മരത്തിൽ നമ്മളുടെ മേലെ കുറെ കരുണയുമുണ്ട്. പക്ഷെ ഇതും വിചാരിച്ചോളൂ, വെറും വരണം കൊണ്ട് മാത്രമല്ല ഇത് നടന്നത്. ആ വരം ആർക്കാണ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ അത് വളരെ മുഖ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിനക്ക് ഞങ്ങൾ നന്ദി പറയണം മഹേഷ്. കാരണം നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ വരം കൊണ്ട് നീ ഞങ്ങളെ എല്ലാരും സഹായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കോൺട്രാക്ടർ അവിടെ 2 റൗഡികളെയും കൂട്ടിക്കൊണ്ടു വന്നത്. അവരുടെ കയ്യിൽ കോടാരി ഉണ്ടായിരുന്നു. നിങ്ങൾ എന്താ പറയുന്നത് മുതലാളി? ഒരു പക്ഷേ ആ വരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വരം ശാപമാക്കിയിട്ടുണ്ടാവുമോ? ഞാൻ നിന്നെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ നീ എന്നെ വന്നിട്ട് പറഞ്ഞിട്ട് നിന്റെ പെരുമയൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊന്നും എൻ്റെ തെറ്റല്ലല്ലോ. ഈ കോടാലിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ ഈ റൗഡി പിള്ളേരോട് എന്താ ചെയ്യാൻ പോകുന്നത്? നിന്റെ സംസാരം വളരെ കൂടുതലായിട്ടുണ്ട് കോൺട്രാക്ടറെ. നിങ്ങൾ പറഞ്ഞ നമ്മൾ പണി തുടങ്ങാം. അതൊന്നും വേണ്ട മക്കളെ. നമ്മൾ വന്നിരിക്കുന്നത് ഈ മരം വെട്ടാൻ മാത്രമാണ്. ഒരു പക്ഷേ ഇതിന്റെ കുറുക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ഒന്നും നിർത്തേ വേണ്ട. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം മുതലാളി. കോൺട്രാക്ടറും റൗഡികളും കോടാരി കൊണ്ട് ആ മരങ്ങളെ വെട്ടാൻ തുടങ്ങി. എല്ലാരും പേടിച്ച് പുറകിലോട്ട് നടന്നുപോയി. പെട്ടെന്ന് 4 വശത്തു നിന്നും കണ്ണാടി ചുമരുകൾ അവരെ തടവിലാക്കി. രക്ഷിക്കൂ, രക്ഷിക്കൂ. ഷടാ, ആ കണ്ണാടി ചുമര് തട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്ന കോൺട്രാക്ടറെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷമായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത ആ കണ്ണാടി മരം വീണ്ടും ഒരു പ്രാവശ്യം ആ ഗ്രാമത്തിനെ രക്ഷിച്ചു. പിന്നെ എല്ലാരും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും അവരുടെ കണ്ണാടി വീട്ടിൽ താമസിച്ചു.